എൻ്റെ പേര് ഫാദർ പോൾ അമ്പൂക്കൻ. ഇരിങ്ങാലക്കുട രൂപതയിലെ കൊറ്റനല്ലൂർ പരിശുദ്ധ ഫാത്തിമ മാതാ ഇടവകയിലെ വികാരിച്ചനാണ്. എല്ലാവർക്കും അത് വലിയൊരു അനുഭവമായിരുന്നു. വചനത്തെ ഉൾക്കൊള്ളാനും ജീവിതത്തെ നവീകരിക്കുവാനും നല്ല നല്ല തീരുമാനം എടുക്കുവാനും ഈ ധ്യാനം ഇടവക സമൂഹത്തെ വളരെ കാര്യമായിട്ട് തന്നെ സഹായിച്ചു. നല്ലൊരു അനുരഞ്ജന കൂദാശയിലൂടെ എല്ലാ ഇടവകങ്ങളും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിൽ നിന്ന് പാപമോചനം നേടി തങ്ങൾ തന്നെ വിശുദ്ധീകരിച്ചു. മഞ്ഞുണ്ടായിട്ടും ഇരുട്ടുണ്ടായിട്ടും അതൊന്നും വഹിക്കാതെ കാലത്ത് 5:15 മുതൽ രാത്രി 9:30 വരെ 2 നേരങ്ങളിലായിട്ട് ഈ ധ്യാനത്തിൽ ഇടവക ജനങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ മുതലേ എല്ലാവരും പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ ഇതെല്ലാവർക്കും ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു വിശ്വാസ ചൈതന്യത്തിൻ്റെ അവസരമാക്കി മാറ്റാൻ കഴിഞ്ഞു. സർവശക്തനായ ദൈവത്തോട് അതിന് നന്ദി പറയുകയാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഈ വ്യക്തിബന്ധത്തിൽ നിന്നും ഈശോയുമായുള്ള സൗഹൃദത്തിൽ നിന്നും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് കിട്ടും. അതാണ് പാപ്പ പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ നിന്ന് ഉടലെടുക്കുന്ന കാര്യമാണ് നല്ല ആർദ്രതയും അനുകമ്പയും നല്ല കാരുണ്യവും. ആർദ്രതയും അനുകമ്പയും നല്ല കാരുണ്യവും ഇത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, അരികെ ചേർക്കപ്പെട്ടവരോട്, രോഗികളോട്, പാർപ്പിടമില്ലാത്തവരോട്, ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണമില്ലാത്തവരോട്, തടങ്കലിൽ കഴിയുന്നവരോട്, അടിമത്തത്തിൽ കഴിയുന്നവരോട് സ്നേഹവും ആർദ്രതയും അനുകമ്പയും ഉണ്ടാകണം. ഈ അനുകമ്പ ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാകണം. ഈ ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആർദ്രത എന്ന് പറയുന്നത്. എന്നിട്ട് പാപ്പ പറയുന്നു, ഈ ആർദ്രതയും അനുകമ്പയും ഉണ്ടെങ്കിൽ ഉള്ളിൽ നല്ല സന്തോഷം ഉണ്ടാവും, ഉള്ളിൽ നല്ല സമാധാനം ഉണ്ടാവും, ഉള്ളിൽ നല്ല സംതൃപ്തി ഉണ്ടാവും. എന്നിട്ട് പാപ്പ പറയുന്ന നാലാമത്തെ കാര്യം എന്താണെന്നോ, ഈ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കടമ. നമ്മുടെ ഹൃദയത്തിലുള്ള ആനന്ദം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിൻ്റെ അടയാളം. ഞാൻ ഇതിൽ പോയപ്പോൾ മനോഹരമായിട്ടുള്ള നക്ഷത്രം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്കിയാ നിങ്ങൾ ആ നക്ഷത്രം? അത് പറഞ്ഞപ്പോൾ അത് കെട്ടുപോയ അത്ര നേരം അത് കത്തിയിരുന്നു. നിങ്ങളത് നേരത്തെ കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണമായിരിക്കും അതിപ്പോൾ കെട്ടുപോയ. ആ നക്ഷത്രം നന്നായിട്ടുണ്ട്, കണ്ട വീണ്ടും അത് കത്തി. അത് ഈ ഉള്ളിലെ ആനന്ദം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതാണ് ഈ നക്ഷത്രവും ഈ പുൽക്കൂടും ഈ ക്രിസ്മസ് ട്രീയും ഈ കേക്കും നമ്മുടെ ആഘോഷങ്ങളും ഒക്കെ. അപ്പോൾ ഈ ആനന്ദം പങ്കുവെക്കണമെങ്കിൽ അതിനാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ്, നമ്മുടെ ഹൃദയത്തിലുള്ള ആനന്ദം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനായിട്ട്. അതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞ്, മലയിൽ ഉയർത്തിയ പട്ടണം പോലെ ശോഭിക്കണം, പീഠത്തിന്മേൽ വെച്ച വിളക്ക് പോലെ ശോഭിക്കണം, പുളിമാവ് പോലെ രുചി പകരണം,
ഉപ്പ് പോലെ ഭക്ഷ്യവസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയണം. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആർദ്രതയിൽ നിന്ന് ഉളവാകുന്ന സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ സന്തോഷം നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്, അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതാണ് യഥാർത്ഥ പ്രേക്ഷ്യപ്രവർത്തനം. അതാണ് ഈശോ തൻ്റെ സ്വർഗാരോപണത്തിന് മുമ്പ് ശിഷ്യരെ വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക, ഞാൻ പഠിപ്പിച്ചുവല്ല മറ്റുള്ളവരെ പഠിപ്പിക്കുക, എനിക്ക് സാക്ഷികളാകുക. ആർ യു റെഡി? ആർ യു റെഡി? അപ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ നേരെയാണ്. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വചനം. ആ വചനത്തിൻ്റെ പൂർത്തീകരണവും ഈശോയുടെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണവുമാണ് നടപടി പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം. നമ്മൾ വായിച്ചത് 1 മുതൽ 4 വരെ വചനമാണ്. അപ്പസ്തോലന്മാർ പീരുക്കളായിരുന്നു, ഭയപ്പെട്ടിരുന്നു, വിഷമിച്ചിരുന്നു. എങ്ങനെ ജീവിക്കും, എങ്ങനെ? അവർക്ക് ഒത്തിരി ആകുലതയും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. ആ അപ്പസ്തോല ഗണത്തിൽപ്പെട്ട 2 പേരെ കുറിച്ച് ഈശോ ചോദിക്കുന്നത് നിങ്ങൾ ഓർത്ത് നോക്കിയേ. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസ് ശിഷ്യന്മാരോട്, ഹൃദയം മന്ദീഭവിച്ചവരെ, സ്നേഹിക്കാൻ പറ്റാതെ, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ, അതിജീവന കലയുടെ ആത്മാവില്ലാതെ, പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചുയരാൻ പറ്റാത്തവരെ, പ്രതിസന്ധികളിൽ അതിന് പരിഹാരം തേടി ഉത്തരം കണ്ടെത്താൻ പറ്റാത്തവരെ, ജീവിതത്തിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റുമ്പോൾ, പ്രതീക്ഷകൾ മങ്ങുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നേറാൻ പറ്റാത്തവരെ, ഹൃദയം മന്ദീഭവിച്ചവരെ എമ്മാവൂസ് ശിഷ്യന്മാരെ വിളിക്കുന്നതാ. അങ്ങനെയുള്ള ആ ശിഷ്യന്മാര്, ഹൃദയം മന്ദീഭവിച്ചവര്, നിരാശയിൽപ്പെട്ടവര്, പ്രത്യാശ നഷ്ടപ്പെട്ടവര്, ഇനി എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കണം, അങ്ങനെയുള്ള ശിഷ്യന്മാരെയാണ് പരിശുദ്ധ അമ്മ ചേർത്ത് നിർത്തിയത് സിയോൻ ഊട്ടുശാലയിലും. അവരൊന്നിച്ചിരുന്ന് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചതുപോലെ ധ്യാനിക്കാൻ തുടങ്ങി, രാവും പകലും. അമ്മ രക്ഷാകര ചരിത്രം മുഴുവൻ ഇവർക്ക് ഒന്നൊന്നായി പറഞ്ഞു കൊടുത്ത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ധ്യാനം നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. നീണ്ട ദിവസങ്ങളിലും ധ്യാനം നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. രക്ഷാകര രഹസ്യം മുഴുവൻ ആദ്യം ധ്യാനിപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ ദൈവവചനം, രക്ഷാകര രഹസ്യം, മിശിഹാ രഹസ്യം, ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യം ഈ ശിഷ്യന്മാരോട് അമ്മ പറഞ്ഞു കൊടുത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്താ സംഭവിച്ചത്? അവരങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നിറഞ്ഞു. അതിനെങ്ങനെയല്ല പറയുക? അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, എന്ന് വെച്ചാൽ മനുഷ്യന് തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധത്തില്, മനുഷ്യന് മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തില്, അതിശക്തമായ വിധത്തില് ആരിറങ്ങി വന്നു? ആകാശത്തു നിന്നൊരു ശബ്ദമുണ്ടായി. ആദിമ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, പിതാവിന്റെ ശബ്ദം, റൂഹായുടെ ശബ്ദം, ഉത്ഥാനം ചെയ്ത മിശിഹായുടെ ശബ്ദം അവിടെ മാറ്റൊലിക്കൊള്ളുകയാണ്. ദൈവവചനം പ്രകമ്പനം കൊണ്ടു ആ സ്ഥലത്തേക്ക്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതാ വചനം പറയുകയാണ്, അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അതിനുശേഷമോ നിലനിൽപ്പിന്റെ വരം ലഭിച്ചു, കൃപയിൽ മുന്നേറാൻ ശക്തി ലഭിച്ചു, ഈശോയുള്ള സ്നേഹത്തിൽ മുന്നേറുവാൻ ശക്തി ലഭിച്ചു. മുന്തിരിച്ചെടിയും ശാഖയും പോലെ ഈശോയോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശാഖയായി അവർ മാറി. സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ക്ഷമയുടെ, കരുണയുടെ, അലിവിന്റെ, അനുകമ്പയുടെ, ആർദ്രതയുടെ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ കൃപകൾ കൊണ്ട് അവർ നിറഞ്ഞു. ആ ശിഷ്യന്മാർ പിന്നെ അവിടെ അടങ്ങിയിരുന്നില്ല. അവർ ലോകം മുഴുവൻ പോയി. അങ്ങനെ എത്തിയതാണല്ലോ നമ്മുടെ തോമാസ് ലീഗായും സുവിശേഷത്തിന് സാക്ഷികളായി. അവരുടെ പ്രസംഗം കേട്ട അനേക ആയിരങ്ങൾ ഇതാ സഭയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ സഭയും രൂപപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ ഞായറാഴ്ച മുതൽ സക്കയൂസിന്റെ ഒക്കെ കഥകൾ കേട്ട് സക്കയൂസിന്റെ കുടുംബം പോലെ നമ്മുടെ കുടുംബവും രക്ഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചു, എന്ന് ധ്യാനിച്ചു. പിന്നെയോ തിങ്കളാഴ്ച നമ്മൾ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, അതിരുകളില്ലാത്ത ദൈവസ്നേഹം, ഇത് അമ്മ മറന്നാലും മറക്കാത്ത ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ധ്യാനിച്ചു. വീണ്ടും വൈകുന്നേരമായപ്പോൾ
നമ്മൾ കുടുംബജീവിതത്തിൻ്റെ ധന്യതയെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ഓ കൊള്ളാമല്ലോ, ഇങ്ങനെയാണല്ലേ ദാമ്പത്യ ജീവിതം നയിക്കേണ്ടത്, ഇങ്ങനെയാണല്ലേ ഭാര്യാഭർത്താവ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണല്ലേ പരസ്നേഹത്തിൽ മുന്നേറേണ്ടത്, ഇങ്ങനെയാണല്ലേ ദൈവവിശ്വാസത്തിൽ വളരേണ്ടത്. ആ രഹസ്യങ്ങളൊക്കെ തിങ്കളാഴ്ച നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ആയപ്പോഴേക്കോ ഈ വഴികളിലെല്ലാം നമുക്ക് കുറവുകളും ന്യൂനതകളും സംഭവിച്ചു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിശക്തമായ വിധത്തിൽ നമ്മൾ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുദപിക്കുകയും ചെയ്യുകയായിരുന്നു. ബുധനാഴ്ചയോ നമ്മൾ ഇതാ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയായിരുന്നു നമ്മുടെ പാവങ്ങൾ, ഉപവസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. വചനം എങ്ങനെയാ പറയാ? നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ എന്താ വചനത്തിൻ്റെ പ്രത്യേകത? പത്രോസിന്റെ പ്രസംഗം കേട്ട്, 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗമാണ്. ആ പ്രസംഗം കേട്ടപ്പോൾ ജനം ഞെട്ടി വിറച്ചുകൊണ്ട് ചോദിച്ചു, ഓ സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞു, അനുദപിക്കുക, പശ്ചാത്തപിക്കുക, പാപപ്പൊറുതി അപേക്ഷിക്കുക, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. സത്യത്തിൽ ബുധനാഴ്ച സംഭവിച്ചതാ. കുമ്പസാര കൂട്ടിൽ കണ്ണീരൊഴുക്കിയപ്പോൾ സ്വർഗത്തിന്റെ ജീവജലം നമ്മിലേക്ക് ഒഴുകി വന്നു. കുമ്പസാരക്കൂട്ടിൽ ഒരു മനുഷ്യാത്മാവ് കണ്ണുനീരൊഴുക്കുമ്പോൾ, അനുദപിക്കുമ്പോൾ സംഭവിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുകയും ഇതാ സ്വർഗത്തിൽ നിന്ന് ജീവജലം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വസിക്കുകയും നമ്മൾ സ്വീകരിച്ച മാമുദീസായുടെ സ്ഥൈര്യലേപനത്തിൻ്റെ ആദ്യ കുമ്പസാരത്തിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ മറ്റു കൂദാശകളുടെ കൃപകൾ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന വേദി നിമിഷവുമാണ് കുമ്പസാരക്കൂട്. ബുധനാഴ്ച അങ്ങനെ നമ്മൾ ഈ ആത്മാവിൽ വീണ്ടും പരിപൂരിതരായി. ഇതാ 2 തിമോത്തി 2-ാമത്തെ തിമോത്തിയുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം പറയുക. പൗലോസ്ലീഹയുടെ വചനമാണിത്. എൻ്റെ മക്കളെ, എൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി നിങ്ങൾക്ക് ലഭിച്ച ദൈവിക കൃപ ഉജ്ജ്വലിപ്പിക്കുക, ഉയർത്തുക. അത് ആളിക്കത്തട്ടെ, അത് പടരട്ടെ, അതെങ്ങോട്ടും എല്ലായിടത്തേക്കും വ്യാപിക്കട്ടെ, സഹോദരങ്ങളിലേക്ക്, അയൽപക്കത്തേക്ക്, ഇടവകയുടെ നാനാഭാഗങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ശ്ലീഹ പറയുമ്പോൾ കൃപകളെ ഉജ്ജ്വലിപ്പിക്കുക. ബുധനാഴ്ച കൃപ ഉജ്ജ്വലിപ്പിച്ചു. അങ്ങനെ കൃപയിൽ നിന്നും കൃപയിലേക്ക് വരിക. ആ കൃപ ഉജ്ജ്വലിക്കട്ടെ. അതിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ ബുധനാഴ്ച വൈകുന്നേരം ഓർത്ത് നോക്കുകയെ നമ്മൾ വിശുദ്ധ രഹസ്യങ്ങളെല്ലാം ധ്യാനിച്ച് വ്യാഴാഴ്ച വീണ്ടും ഇതാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിച്ച്, പ്രാർത്ഥനയുടെയും വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ച്, ആ ചുരുക്കത്തിൽ ദൈവിക രഹസ്യങ്ങൾ സെഹിയോൻ ശാലയിൽ പന്തക്കുസ്ത ദിവസം അമ്മ ധ്യാനിപ്പിച്ചതുപോലെ ജോജോ അച്ഛനും തോമസ് അച്ഛനും നമ്മളെ ധ്യാനിപ്പിക്കുകയും അതിലേക്ക് നമ്മുടെ ഓർമ്മകളെ പുതുക്കുകയുമായിരുന്നു. നമ്മുടെ ഓർമ്മകളെ നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 6-ാം അധ്യായം 11-ാം അധ്യായത്തിൽ കർത്താവീശോ ഇങ്ങനെയാണ് പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ദിവ്യസ്വരം അതാണ്. ഏത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുക, അനുസ്മരിക്കുക, ഭാവി തലമുറയോട് പറയുക, കട്ടിലപ്പടിയിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങളെ ഞാൻ തലമുറകളോളം അനുഗ്രഹിക്കും. ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. ധ്യാനഗുരുക്കന്മാരായ 2 അച്ഛന്മാരും ടീമും നിങ്ങൾ ഈ ദൈവിക രഹസ്യങ്ങൾ മുഴുവൻ ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ഹല്ലേലൂയ പറയുവാനും ആരാധിക്കുവാനും ഇതാ പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുക? തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ദൈവകൃപ നിങ്ങളിലേക്ക് ഒഴുകിക്കഴിഞ്ഞു. അത് കർത്താവ് ഇപ്പോൾ ആരാധനയുടെ വിശുദ്ധ നിമിഷങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കുക തന്നെ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഇതെങ്ങനെ സംഭവിക്കും? ഏത് കാര്യവും വിശ്വാസ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം അയച്ച പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റാണ് പുത്രനായ ഈശോ. ഹല്ലേലൂയ. പുത്രനായ ഈശോ നമുക്ക് നൽകിയ മനുഷ്യാവതാരം തുടങ്ങിയ ഓരോ നിമിഷങ്ങളിലൂടെയും നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, ദാനമാണ്, സമ്മാനമാണ്. ഏത്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വചനം കൃത്യമായിട്ട് പറയും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം ക്രമപ്പെടുത്തും. Where there is disorder, the Holy Spirit makes everything in order. കുടുംബത്തിൽ കഴിഞ്ഞ നാളുകളിൽ അതും ഇതും പറഞ്ഞും അതും ഇതും ചിന്തിച്ചും അതും ഇതും ചെയ്തു കൂട്ടിയും വഴക്കടിച്ചും ഒക്കെ
ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, ബന്ധുക്കളും സഹോദരങ്ങളും തമ്മിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ താളം തെറ്റിയെങ്കിൽ ഇതാ വചനം പറയുകയാണ്, ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. ആ താളം വീണ്ടെടുക്കുന്ന വിശുദ്ധ നിമിഷമാണ് ആരാധന. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ചേർന്ന് പാടി ഈശോയെ മാത്രം നോക്കണം, ഈശോയിലേക്ക് മാത്രം, വേറെ ഇടത്തോട്ടും വലത്തോട്ടും ശ്രദ്ധ പോകരുത്. ഇതാ നമ്മുടെ ദൈവം, ഇതാ നമ്മുടെ കർത്താവ്, നമ്മെ കാത്തിരുന്ന ദൈവം, നമുക്ക് വേണ്ടി മനുഷ്യരൂപം ധരിച്ച ഈശോ, നമുക്ക് വേണ്ടി തിരുവോസ്തി രൂപത്തിലേക്ക് ചെറുതായി ഇറങ്ങി വന്ന കർത്താവ്. ആ കർത്താവിനെ ഭക്തിയോടെ, ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ, തീഷ്ണതയോടെ ഗായക സംഘത്തോട് ചേർന്ന് പാടി സ്തുതിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, ഈശോയെ നോക്കിക്കൊണ്ട് ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. കർത്താവേ, എന്റെ ദൈവമേ, ത്രിത്വൈക ദൈവമേ, ആബാ പിതാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ ദിവ്യ ചൈതന്യം കൊണ്ട് ഞങ്ങളുടെ ഇടവകയെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലേക്കും വീണ്ടും അയക്കണമേ. ഞങ്ങളുടെ ദേശം മുഴുവൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അയൽവാസികളെയും നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. അവരിൽ ദൈവസ്നേഹവും വിശ്വാസവും മനുഷ്യത്വവും ദൈവികതയും നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ശിരസിൽ കുരിശാകൃതിയിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ശിരസിൽ കുരിശാകൃതിയിൽ വെച്ച് മിശിഹായുടെ കുഞ്ഞാടിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓർക്കുക, ഇസ്രായേൽക്കാർ ഈജിപ്തില് പെസഹ ആചരിച്ചപ്പോൾ കുഞ്ഞാടിനെ കൊന്നതിന്റെ രക്തം തളിച്ചു. ആ രക്തം തളിച്ച വീടുകളിൽ, ആ രക്തം കണ്ട വീടുകളിൽ സംഹാരദൂതൻ പ്രവേശിച്ചില്ല. പിന്നീട് ഒരിക്കലും പിശാചിന് അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ ശക്തികളും, അന്തരീക്ഷ ശക്തികളും പൈശാചിക ശക്തികളും എല്ലാം ഈ രക്തം കാണുമ്പോൾ വിറയ്ക്കും. ഈ രക്തം കാണുമ്പോൾ ഈ രക്താഭിഷേകം നിറഞ്ഞ മനുഷ്യന്റെ അടുത്തേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അപ്പോൾ നാൽക്കാലിയുടെ രക്തം പോലും ഇസ്രായേലിനെ രക്ഷിച്ചു. എങ്കിൽ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, സൺ ഓഫ് ഗോഡ് ആൻഡ് സൺ ഓഫ് മെൻ, ജീസസ് ക്രൈസ്റ്റ്, അവന്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുകയും രക്ഷയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ സ്വർഗീയ കൃപകൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യും. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എന്റെ രക്ഷകനായ ഈശോയെ, എനിക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച ദൈവപുത്ര, അവിടുത്തെ ശിരസിൽ മുൾമുടിയേറ്റപ്പോൾ ആ തലയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദിവ്യരക്തം എന്റെ തലയ
എന്റെ തലയെ, തലച്ചോറിനെ, എന്റെ ചിന്തകളെ ഇപ്പോൾ കഴുകി വിശുദ്ധീകരിക്കട്ടെ. ദൈവിക ചിന്ത കൊണ്ട്, തിരുവചനത്തിന്റെ അഭിഷേകം കൊണ്ട്, കൂദാശകളുടെ അഭിഷേകം കൊണ്ട് എന്റെ തല, എന്റെ തലച്ചോറ് നിറയട്ടെ, നിറഞ്ഞു തുളുമ്പട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ചെവിയിലും മുഖത്തും കവിൾത്തടത്തിലും കണ്ണിലും സ്പർശിച്ചുകൊണ്ട് കർത്താവായ ഈശോയെ, അവിടത്തെ കാതുകളിൽ അടിയേറ്റപ്പോൾ ചെവികളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദിവ്യരക്തം, കുഞ്ഞാടിന്റെ രക്തം, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവപുത്രന്റെ തിരുരക്തം എന്റെ കാതുകളെ വിശുദ്ധീകരിക്കട്ടെ. ഈ ലോകത്തിൽ നിന്നും ഞാൻ കേട്ട എല്ലാ പാഴ്വാക്കുകളുടെയും അശുദ്ധ വാക്കുകളുടെയും ബന്ധനം എന്നിൽ നിന്ന് വിട്ടുപോകട്ടെ. ദൈവിക സ്വരം, ദൈവവചനത്തിന്റെ പ്രകമ്പനം എന്റെ കാതുകളിൽ നിറയട്ടെ. അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം എന്നിൽ നിറയട്ടെ. കർത്താവേ, എന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ കണ്ണിൽ കൈവച്ചുകൊണ്ട് അവിടുത്തെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദിവ്യരക്തം, കുഞ്ഞാടിന്റെ രക്തം, തെറ്റായ കാഴ്ചകൾ മൂലം എനിക്കുണ്ടായ എല്ലാ ബന്ധനങ്ങളും നീക്കിക്കളയട്ടെ. കർത്താവേ, ദൈവിക രഹസ്യങ്ങൾ കർത്താവേ കാണുവാൻ, കേൾക്കുവാൻ എന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ, അവിടത്തെ കവിൾത്തടത്തിൽ അടിയേറ്റപ്പോൾ ഒഴുകിയിറങ്ങിയ ദിവ്യരക്തം എന്റെ മുഖത്ത് നിറയട്ടെ. അവിടത്തെ ചുണ്ടുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദിവ്യരക്തം, യേശുവിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം, ഓ കർത്താവേ, എന്റെ കവിൾത്തടങ്ങളിൽ, അതരത്തിൽ നിറയട്ടെ. എന്റെ നാവ് പവിത്രമാകട്ടെ. സത്യം പറയുവാൻ, സത്യം പറയുവാൻ, സത്യം സംസാരിക്കാൻ, നന്മ ചെയ്യുവാൻ, നന്മ പറയുവാൻ, ഓ ഈശോയേ, എന്റെ ഈശോയേ, എന്റെ നാവിനെ, എന്റെ വായെ വിശുദ്ധീകരിക്കണമേ. ഓ കർത്താവേ, അവിടത്തേക്ക് ആരാധന, സ്തുതി, മഹത്വം. ഹല്ലേലൂയാ. കർത്താവ് ഈശോയെ, അവിടുത്തെ കഴുത്തിൽ നിന്നും തൊണ്ടയിൽ നിന്നും പീഡാനുഭവ സമയം ഒഴുകിയിറങ്ങിയ തിരുരക്തം, യേശുവിന്റെ രക്തം, കർത്താവേ, എന്റെ കഴുത്തിനെ, എന്റെ തൊണ്ടയെ, എന്റെ ഓക്കൽ കോടിനെ കർത്താവേ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, കരങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഈശോയെ, എന്റെ കർത്താവേ, അവിടത്തെ കൈകളിൽ നിന്ന് ചാട്ടവാറടിയേറ്റും ഇരുമ്പാണിയേറ്റും ഒഴുകിയിറങ്ങിയ ദിവ്യരക്തം എന്റെ കരങ്ങളെ, എന്റെ കൈകളെ, എന്റെ കൈപ്പത്തിയെ വിശുദ്ധീകരിക്കണമേ. നന്മ ചെയ്യുവാൻ എന്റെ കരങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. നന്മ ചെയ്യുവാൻ, കർമ്മങ്ങൾ ചെയ്യുവാൻ, ജോലികൾ ചെയ്യുവാൻ എന്റെ കരങ്ങൾ പവിത്രമാകട്ടെ. തിരുരക്തത്താൽ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ നെഞ്ചത്ത് കുരിശാകൃതിയിൽ വെച്ചുകൊണ്ട് കർത്താവ് ഈശോയെ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ, ചാട്ടമാറടിയേറ്റ് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദിവ്യരക്തത്താൽ എന്റെ ശങ്കിനെ, ഹൃദയത്തെ, ഹൃദയത്തിന്റെ വാൽവുകളെ, കരളിനെ, ആന്തരിക അവയവങ്ങളെ, വൃക്കകളെ, ചെറുകൊടലിനെ, വൻകൊടലിനെ വിശുദ്ധീകരിക്കണമേ. ഈ മേഖലയിലുള്ള എല്ലാ അണുക്കളും, എല്ലാ കീടങ്ങളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ രോഗങ്ങളും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ, നിർവീര്യമാകട്ടെ. എന്റെ ആന്തരിക അവയവങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഓ ഈശോയെ, കർത്താവേ, പുറത്ത് കൈവച്ചുകൊണ്ട് കർത്താവേ, അവിടത്തെ ചാട്ടമാറടിയേറ്റ
നട്ടലിൽ നിന്ന് പുറത്തെ കോശങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദിവ്യരക്തം എന്റെ ഈശോയെ എന്റെ നട്ടലിനെ പുറത്തെ വിശുദ്ധീകരിക്കണമേ. എല്ലാ കീടങ്ങളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ വേദനകളും തിരുരക്തത്താൽ നിർവീര്യമാകട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുച്ചോരയാൽ കഴുകണമേ. ഈശോയേ, ഈശോയേ, അവിടുത്തെ ചാട്ടമാറി എടിയേറ്റ പാദങ്ങളിൽ നിന്ന്, കാലുകളിൽ നിന്ന് ഒഴിയിറങ്ങുന്ന ദിവ്യരക്തത്താൽ എന്റെ പാദങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച ഈശോയേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇന്നു മുതല് നന്മ ചെയ്ത് നാടിനും വീടിനും ഇടവകക്കാർക്കും മനുഷ്യവർഗത്തിനും ദൈവമഹത്വത്തിനും വേണ്ടി നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുവാൻ കാലിൽ കൈവച്ചുകൊണ്ട് എന്റെ പാദങ്ങളെ, എന്റെ കാലുകളെ ബലപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. നല്ല വഴിക്ക്, നേർ വഴിക്ക്, വിശുദ്ധമായ മേഖലകളിലേക്ക് നടന്നെടുക്കുവാൻ ഈ പാദങ്ങളെ കർത്താവേ, ഉറക്കെ കർത്താവേ, യേശുവേ, രക്ഷക, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഞാൻ സിസ്റ്റർ ലിസി പോൾ CMC, കൊറ്റനെല്ലൂർ ഫാറ്റിമ കോൺവെൻറ്റിലെ സുപ്പീരിയർ ആണിപ്പോൾ. ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്ന ധ്യാനം ഈ പ്രദേശം മുഴുവൻ ഒരു ആത്മാവിൻ്റെ ഉണർത്തലായിരുന്നു. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ഈ ഇടവക ജനത്തെ മാറ്റി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു സന്ദേശം. പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ വിൻസെൻഷ്യൻ അച്ഛന്മാർ നടത്തിയ ഈ വലിയ ശ്രമം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയമായിരുന്നു എന്ന് തീർത്തും പറയാൻ സാധിക്കും. ഈ ദിവസങ്ങളിലായി ഇവിടെ ധ്യാനം നടത്താൻ മുൻകൈയെടുത്ത നമ്മുടെ പോളച്ചനും വിൻസെൻഷ്യൻ ഫാദേഴ്സിനും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് സ്പിൻഡോ. ഈ കൊറ്റല്ലൂർ ഇടവകയിലെ കേന്ദ്രസമിതി പ്രസിഡൻ്റാണ്. ഈ ധ്യാനം വഴി നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ലഭിച്ചു. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് നല്ലൊരു ആത്മീയ ഉണർവ്, ആത്മീയ ചൈതന്യം ഒക്കെ ഈ ഇടവകയ്ക്ക് കിട്ടി. ഈ ധ്യാനം നടത്താൻ നേതൃത്വം നൽകിയ നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛൻ പോൾ അമ്പൂക്കനച്ഛന് നന്ദി പറയുന്നു. അതോടൊപ്പം ധ്യാനം നടത്തിയ പോട്ടയിലെ വിൻസെൻഷ്യൻ വൈദികരായ ജോജോ അച്ഛൻ്റെ ടീമിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു.